സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വലിയ ഓറഞ്ച് വെച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇതിന് ചില സ്ഥലങ്ങളിൽ ബംബിളൂസ് നാരങ്ങ എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ കമ്പിളി നാരങ്ങ എന്നാണ് പറയുക എന്നും കേട്ടിട്ടുണ്ട്. കാണാൻ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് പൊളിച്ച് കഴിക്കാനും നല്ല സ്വാദാണ്, ജ്യൂസ് അടിക്കാനും നല്ല സ്വാദാണ്. ചിലർ പറയുന്നുണ്ട് ഇതേ നാരങ്ങ ചില സ്ഥലങ്ങളിൽ രുചിയുണ്ടാവുക ഇല്ല എന്ന്, ഒരു തരിപ്പാണ് എന്ന്. ഇതിന് തരിപ്പൊന്നുമില്ല. ഈ നാരങ്ങ കഴിച്ചാൽ പ്രഷർ കുറയും, ഇമ്മ്യൂണിറ്റി പവർ കൂടും, ബ്ലോക്ക് വരില്ല എന്നിങ്ങനെ പലരും പല അഭിപ്രായവും പറയുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ ഈ നാരങ്ങയ്ക്ക് വലിയ ഡിമാൻഡാണ്. എന്തായാലും വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള അല്ലി എടുക്കാം. ഇത് മുറിച്ചാൽ ഇതിൻ്റെ ഉള്ളു കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെ മുറിച്ചും ഇതിൻ്റെ അല്ലികൾ വേർപെടുത്താം. സാധാരണ ഓറഞ്ച് പൊളിച്ചെടുക്കുന്നത് പോലെ പൊളിച്ചെടുത്തും ഇതിൻ്റെ അല്ലികൾ വേർപെടുത്താം. സാധാരണ ഓറഞ്ച് പൊളിച്ചെടുക്കുന്നത് പോലെ പൊളിച്ചെടുത്തതാണ് ഈ അല്ലികൾ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞ് കുരുവും കളഞ്ഞ് വെള്ളപ്പാട നീക്കി നമുക്ക് പ്ലേറ്റിലേക്ക് പറിച്ചിടാം. ഈ വെളുത്ത കളർ ഇല്ലാതെയാണ് പ്ലേറ്റിലേക്ക് പറിച്ചെടുക്കേണ്ടത്. വെളുത്ത കളറിന് ചെറിയ ഒരു കയ്പുണ്ടാകും. ഇങ്ങനെ എല്ലാ അല്ലികളും പറിച്ചെടുത്ത ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം. ഇത് ഒരു മരത്തിലുള്ള ഓറഞ്ചിന് തന്നെ ചിലതിന് കളറ് കുറവായിരിക്കും. ചിലപ്പോൾ ചിലത് വെളുത്ത കളറിലും ഉണ്ടാകുന്നത് കാണുന്നുണ്ട്. ഇത് ജ്യൂസ് അടിക്കാൻ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള വെളുത്ത പാടയും കുരുവും വീഴാതെ പറിച്ചെടുക്കണം.
ഇത് ഞാൻ മധുരമിടാതെയാണ് ജ്യൂസ് അടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് ജ്യൂസ് അടിക്കാവുന്നതാണ്. വെള്ളമൊഴിക്കാതെ മിക്സിയിലിട്ട് തിരിച്ച് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അതിനാണ് നല്ല സ്വാദുണ്ടാവുക. മധുരം വേണമെന്നുള്ളവർക്ക് ഹണി ഒഴിച്ചാലും മതി. ഇത് സാധാരണ ജ്യൂസ് പോലെ അരിച്ചെടുക്കാതിരിക്കരുത്, അരിച്ചെടുക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.